റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് മുഹറം നോമ്പിൻ്റെ കൂടെ പിടിക്കുമ്പോൾ എങ്ങനെയാണ് നിയത്ത് ചെയ്യേണ്ടത്? ഇത് ചോദിച്ചത് നൂറുദ്ദീനാണ്, മലപ്പുറത്ത് നിന്നും. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാനത് ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുകയാണ്. കാരണം റമദാനിൽ നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും കാരണവശാൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്തായാലും ചിലപ്പോൾ 4 5 ഒക്കെ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയേക്കാം. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ നോമ്പിനെ ഈ മുഹറം മാസത്തിൽ നമുക്ക് വീണ്ടെടുക്കാനൊരു അവസരം കിട്ടുകയാണ്. മുഹറം മാസത്തിലെ താസുആ, ആശൂറാ എന്ന 9, 10 നോമ്പിൻ്റെ കൂലി കിട്ടുന്നതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം പരിശുദ്ധ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ആ നോമ്പിനെ ഞാൻ പിടിച്ചു വിടുകയാണ്. അതിനോടൊപ്പം മുഹറം മാസത്തിലെ താസുആ നോമ്പ് അല്ലെങ്കിൽ ആശൂറാ നോമ്പ് കൂടി ഞാൻ പിടിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ ഖലാ ആയ ഒരു നോമ്പിൻ്റെ കൂലിയും കിട്ടും. ഈ മുഹറം 9നും 10നും പിടിച്ച നോമ്പിൻ്റെ പ്രതിഫലവും കിട്ടുന്നതാണ്. എൻ്റെ ഭർത്താവിന് ആഹാരം എന്തുണ്ടാക്കി കൊടുത്താലും വളരെ പുച്ഛമായിട്ടാണ് കാണുന്നത്. ആഹാരം പലപ്പോഴും ഇഷ്ടമായില്ലെങ്കിൽ എടുത്ത് നീക്കി എറിഞ്ഞിട്ട് പോലും പോകാറുണ്ട്. കാണുമ്പോൾ ഭയം തോന്നും ഉസ്താദേ, ഞാൻ എന്താണ് ഇനി ചെയ്യുക? ഒരു സഹോദരി വളരെ വിഷമത്തോടെ ചോദിച്ചിരിക്കുകയാണ് മലപ്പുറത്ത് നിന്ന്. ആഹാരത്തിൻ്റെ മുന്നിൽ കഴിക്കാനിരിക്കുന്നത് രാജാവിൻ്റെ മുന്നിൽ അടിമ ഇരിക്കുന്ന പോലെ ഇരിക്കണമെന്നാണ്. അത്രമേൽ ആദരവും ബഹുമാനവും കൊടുക്കണം. അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് വളരെ സാവകാശം കഴിക്കാനും അടുത്തിരിക്കുന്നതെടുത്ത് കഴിക്കാനും ഒക്കെ ഒരുപാട് നിർദ്ദേശം നബി തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആഹാരം ഒരിക്കലും നമ്മൾ നിലത്ത് വീടുന്ന ഭക്ഷണം പോലും എച്ചിൽ എന്ന പേരിൽ കളയരുത് എന്നു മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു തരി ആഹാരം പോലും പാത്രത്തിൽ ശേഷിക്കുന്ന രീതിയിൽ എഴുന്നേക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫി അയ്യി ത്വആമിൻ ബറക്ക, ഏത് ആഹാരത്തിലാണ് ബറക്കത്തെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റൂല, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഭർത്താവിന് വലിയ പൊരുത്തക്കേടും വലിയ അപകടങ്ങളും വലിയ ആപത്തും വരാനാണ് ഈ ആഹാരത്തിനോട് ഇത്തരം സമീപനം കാണിക്കുന്നത്. അള്ളാഹു ദാരിദ്ര്യം തന്നാൽ പിന്നെ ഒരു തരി ആഹാരത്തിനോട് പോലും നമുക്ക് ദേഷ്യം തോന്നില്ല. വളരെ ശ്രദ്ധിക്കണം, അപകടമാണ്. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, ഈ വിഷയം കേൾപ്പിച്ചു കൊടുക്കുക. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ആമീൻ.